ഹലോ ഗായ്സ്, നമ്മൾ രണ്ടുപേരും കൂടെ കറങ്ങാൻ പോവാണ് ഗായ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങോട്ടാണെന്ന്. നമ്മളിവിടെ പള്ളിയിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ ഒരു പള്ളിയിലെത്തിയിരിക്കുകയാണ്. ദേവസഹായം പിള്ളയുടെ പള്ളി. ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ അയ്യോ ഇരുട്ട്, അയ്യോ ഇതൊക്കെ ഉണ്ടോ കണ്ടു ഗൈസ്. ഓക്കെ, ഇനി കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറഞ്ഞാൽ അല്ലേ? ഓക്കെ ഗൈസ്, ബൈ ഗൈസ്. അപ്പോൾ ഇനി അവരെല്ലാവരെയും കൊണ്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. എന്താണ് പറയാനുള്ളത്? ഓക്കെ ഗൈസ്, അടുത്തെത്തിയിട്ട് കാണാമേ. രാജാവിൻ്റെ ഊട്ടുപുരയിലെത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ ഊട്ടുപുര നല്ല ഏരിയ ഉണ്ട് കേട്ടോ. ഒരു ഫുട്ബോൾ കളിക്കുള്ള സ്ഥലമുണ്ട്. ഭരണി അകത്ത് ഫോക്കസ് ആവും. ചിമിട്ട് സാധനങ്ങളുണ്ട്, ലോഡുണ്ട്. ഇവിടെയാണ് ഊട്ടുപുരയുടെ താഴത്ത് നില. എൻ്റെ വാളെടുക്കുന്ന സൗണ്ട് കേൾക്കുന്നു. ആരാ ആരാ ആരാ? ഓക്കെ ഗായ്സ്, ഇനി ഉപ്പ് അങ്ങനെ നിൽക്കുന്നില്ല. ജോജോന്റെ കട്ടിൽ Scott made up for 64 medicinal food. 64 ഔഷധ തടികൾ കൊണ്ട് പണിത കട്ടിൽ. രാജാവിന്റെ സമയം അടുത്ത് ഹലോ ഗായ്സ്, നാഗവല്ലി കളിക്കുമ്പോ നകുലൻ എത്തി നോക്കുന്നത് പോലെ ഇവർ നോക്കുന്നുണ്ട്. സണ്ണി, ഇവിടെയാണ് നാഗവല്ലി തള്ള കുത്തക്കത്തി തതി എണ്ണക്കത്തി. ഇവിടെ വേട്ടാവളി പിള്ളേരുകൾ പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കുറെ. അപ്പൊ ഇതുവഴിയാണ് ഒളിഞ്ഞു നോക്കുന്ന സ്ഥലം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ആട്ടപ്പുരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് തള്ളാങ്കുത്തൊക്കെ തീറ്റീൻ്റെ ഡാൻസ് കളിക്കുള്ള ടീമുകൾ വരുന്നുണ്ട്. ഇവിടെയാണ് നിന്റെ റിലേറ്റീവ് ആയിട്ടുള്ള പെൺകുട്ടി ഡാൻസ് കളിച്ച സ്ഥലം. നാഗണവള്ളി. അയ്യോ, എന്നെ അടിക്കണം ഗൈസ്. ഓടി വരുമേ. പിന്നെ നീ വിളുത്തും. ആ, അവിടെ നിന്ന് നോക്കാം. പിന്നെ ഞാൻ നാഗവല്ലിയായി തന്നെയാണ് കാണുന്നത്. പിന്നെന്ത്, ബാ മുളഞ്ഞ ബാ 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 നശിക്കൂട് കല്ലിൽ പിടിച്ചു പറ്റിയായി. റീലൊന്നുമില്ല, പോയിട്ട് അടുത്ത. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്തു. 6 മണിക്കൂറത്തേക്ക് 100 രൂപ. എന്ത് ഭയങ്കര കുണ്ടായുസമാണ് ഗൈസ്. നമുക്ക് ചവിട്ടിയാലേ. അങ്ങനെ കന്യാകുമാരി പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി എത്താത്ത ഡ്രസ്സ് വിട്ട് നൂലേട്ടിനുള്ളതാണെന്ന് പറഞ്ഞു ഡ്രസ്സ് വിട്ടുകൊണ്ട് വന്നിരിക്കുന്നു. ഓക്കെ ഗൈസ്, ഇത് കട്ട് ചെയ്തില്ല, ഒരു നിമിഷമില്ല കട്ട് ചെയ്തു. അപ്പൊ അവിടെ ഹലോ ഗായ്സ്, നമ്മൾ 3 പേരും കണ്ണാടി വാങ്ങിയിട്ടുണ്ട്. ആരാ മുഖമൊക്കെ ചുവന്ന് വെയിലുണ്ട്. കണ്ണാടി വെച്ച് തന്നെയാണല്ലേ. ഇത് വച്ചിട്ട് കടലിലോട്ട് പോകും. വാങ്ങണോ? വേണോ? 60 രൂപ ഉള്ളൂ. 100 പറഞ്ഞു, 60 രൂപ കുറപ്പിച്ച് വാങ്ങണോ ഒരെണ്ണം കൂടെ? എന്തരു ജീരകോ? എന്തൊരു
ഗായ്സ് ഈ സാധനം മരിച്ചപ്പോ കൊള്ളാം കേട്ടോ. ഒരു കണ്ണുപൊട്ടിയുടെ ലുക്കുണ്ട്. പതിയെ പെയ്യാതി, നമുക്കങ്ങനെ പെയ്യുടെ ഒരു അത്യാവശ്യമില്ല. ഓ നല്ല വെയില്, കന്യാകുമാരി. നമുക്കിനി ബോട്ടിന്റെ പരിപാടി ഒന്ന് തിരക്കണം കേട്ടോ, തിരക്കിട്ട് കാണാമേ. ഹലോ ഗൈസ്, പുളിമുട്ടായി പഴയ നൊസ്റ്റാൾജിയ. ഇവിടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ, പഴയ ഐറ്റംസ് കുറെ ഐറ്റംസ് ഉണ്ട്. ഈ സാധനം, ഇത്, ഈ സാധനം, കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ വാങ്ങിച്ച് ഇനി എന്നെ തിന്ന് പോവാ. എനക്കാണോ അടിച്ചു മാറ്റിയല്ലേ മൂട്ടിലെ കവർ പൊപ്പിച്ചിട്ട്? അയ്യേ കെട്ടിച്ച് വിട്ട 4 പിള്ളേരെ ഉള്ള പ്രായമായി, എന്നിട്ട് കവറും പൊപ്പിച്ചിട്ട് നടക്കുകയാണ്. അയ്യേ. ഓക്കെ ഗൈസ്, ഇത് തിന്നട്ടെ. ഹലോ ഗൈസ്, ഇവിടുത്തെ ഒഫീഷ്യൽ മൂത്രപ്പരയാണ് ഇവിടെ ഈ കാണുന്ന ഈ വഴി. ഓ എന്തൊരു നാറ്റം എന്നറിയാമോ, എന്തൊരു നാറ്റം. ക്യാമറ വെച്ചിട്ടുണ്ട്, അവിടെയും വെച്ചിട്ടുണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്. ഒരു ഉപയോഗമില്ല, വേറെ മൂത്രത്തിന്റെ നാറ്റം തന്നെ പലവിളി നാറ്റം. ഇവിടെ ഒരു കണ്ണുപൊട്ടി ഇരിപ്പുണ്ട്, അവിടെ വേറൊരു കണ്ണുപൊട്ടി നിന്ന് ഫോട്ടോ എടുക്കുന്നു. എന്നെ കൊണ്ട് പാവപ്പെട്ട എന്നെ കൊണ്ട് കഷ്ടപ്പെട്ട് പറപ്പിച്ച പൂവും വെച്ചോണ്ടാണ് അവൾ ഇരിക്കുന്നത്. വിവേകാനന്ദ വേറെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോട്ടെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മൾ പോണോ വേണ്ടെന്നുള്ള ചർച്ചയിലാണ്. ചർച്ച ചെയ്ത് എന്താവും അറിഞ്ഞൂടാ, നോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ പുളിമുട്ടായി കഴിച്ച ടിക്കറ്റ് എടുത്ത ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളതാ? ഞാടും നോട്ട് ഔട്ട്. ഇനി അടുത്ത ക്യൂല നമ്മളെ നിൽക്കാണ്. ഇതോ നമുക്ക് പോകാനുള്ള ബോട്ട് വന്ന് കിടപ്പുണ്ട്. ഫോക്കസ് ആവണില്ല, തല മാറ്റി അവിടെ ഫോക്കസ് കണ്ടാ. നമുക്ക് പോകാനുള്ള ബോട്ട് വരണം. മൈലാളി, എന്താണ് പറയാനുള്ളത്? പറ 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 എന്താ പറ. പെട്ടെന്ന് എത്തണം. കുറച്ച് പറ. ഇൻട്രോവേർട്ട്. ഓക്കേ ഗൈസ്, ബൈ. ഓക്കേ ബൈ ഗൈസ്, പിന്നീട് കാണാം. ഗൈസ്, അങ്ങനെ 3 റൗണ്ട് ചുറ്റിയതിനു ശേഷം നമ്മൾ പുറം ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. 300 കൊടുത്തവർക്കെല്ലാം ഇതുവഴി പോവല്ലേ? 300 രൂപയ്ക്കുള്ള എൻട്രി വഴിയാണിത്. ഇത്ര സമയം വെയിറ്റ് ചെയ്യണ്ട. പൈസ ഉള്ളവൻ എന്നും എവിടെയും രാജ. ദോ ഗൈസ്, ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടോ? ഓ ഗൈസ്, നൈസ്. നമ്മള് അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ ടിക്കറ്റ് ചോദിക്കുമായിരിക്കും ബോട്ടില്. ടിക്കറ്റ് കയ്യിലുണ്ടല്ലോ. ഓ ഗൈസ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ ഇവിടെ അതിലും വലിയ എങ്ങോട്ട് നോക്കി, എങ്ങോട്ട് നോക്കി കണ്ടോ? നമ്മടെ നിന്ന് പ്രാന്താവും. നമുക്ക് തിരിച്ചു കയറാം. മിഷൻ സക്സസ്ഫുൾ. അതാ അവിടെ വേറെന്തോ പരിപാടി നടക്കുന്നത്. മല കയറ്റമാണെന്നാണ് അവിടെ തെലുങ്ക് ടീംസ് വിചാരിച്ചിരിക്കുന്നത്. അതുപോലെ ശബരിമലയും കൊണ്ട് വിടേണ്ടി വരും. അല്ല പറ്റിയ മലയാളി. നമ്മളങ്ങനെ ബോട്ടിലെത്തിയിട്ടുണ്ട്. ബാക്കിൽ കുറച്ച് വേട്ടവളയന്മാരും കൂടെ ഉണ്ട്. നമുക്ക് എന്താണ് പറയാനുള്ളത്? ഓ വെറുതെ അല്ല, 2Xലാണ് ഇരിക്കുന്നത്. പിന്നെ പറയണ്ട ഒന്നുമില്ല. പിന്നെ അവിടെ എത്തിയിട്ട് കാണാം. കളന്നാ ക്ഷീണിച്ച ചടോ എടുക്കണോ? വാ തോളി കയറി. തൈസി ചവിട്ടി കയറാ. ആടാ കയറാ. നമ്മളടുത്ത് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോവാണ്. ഇവിടെ പേയ്മെന്റ് ഉണ്ടോന്ന് അറിഞ്ഞൂടാ. അവിടെ നല്ല കൊച്ചു നല്ല സുന്ദരി ഗ്ലാസ് ബ്രിഡ്ജിന്റെ തുടക്കം എത്തിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറിട്ട് നോക്കാമേ. ഗൈസ് പേടിയില്ലല്ലോ, പോ പേടിയില്ലല്ലോ, പോ. ഗ്ലാസ് ബ്രിഡ്ജ് ഗൈസ്, അടിയിൽ കടൽ.
കാണാൻ പറ്റുന്നുണ്ടോ? ഗൈസ്, ഇത് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണ്ട, നേരെ വെള്ളത്തിൽ പോയി വീഴും, പിന്നെ വെള്ളം കുടിച്ച് ചാവാം. അത് നല്ല ഉപ്പ് വെള്ളം. എങ്ങനെ കൊള്ളല്ലേ? പൊട്ടു അങ്ങനെയൊന്നുമില്ല, മുട്ടയൊന്നുമില്ല. എല്ലാരും കാല് വെച്ചല്ല. ഓക്കെ, ഇനി എല്ലാരും പോക്കോ. അവിടെ ഒരു കിട്ടിലം ബിംബം ഉണ്ട്. പിന്നെ എവിടെ എവിടെ പാറ? ഇവിടെ വീഴുന്ന ചാവും കേട്ടോ, പാറയിലടിച്ച് ചാവും. ഇവിടെ വീഴുന്ന പാറയിലടിച്ച് ചാവും. പൈസ കൊടുത്ത് ക്ലാസ്സിൽ കയറാതെ വരാതെ പൊട്ടി വീണെങ്കിൽ ഒരുമിച്ച് പോട്ടെന്ന്. ഇങ്ങനെ പേടിക്കല്ലേടാ. നിനക്ക് പേടിയുണ്ടോടാ? ചാടി വെക്കും പിന്നെ. ഞാൻ കമ്പിയിൽ പിടിച്ചിരിക്കും. എപ്പോഴാ അങ്ങനെ നമ്മൾ പത്മനാഭപുരം പാലസ് കാണാൻ വേണ്ടി വന്ന നമ്മൾ ഇപ്പോ നിൽക്കുന്നത് കന്യാകുമാരി. നീ ക്ലാസ് വരിക, ഞാൻ ക്ലാസ് വെച്ച്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കന്യാകുമാരിയിലെ വിശിഷ്ട അതിഥിയുടെ മൂട്ടിലാണ്. ഈ അതിഥിയുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. തിരുവള്ളൂർ. തിരുവള്ളൂർ. ഏതൊക്കെ ക്യാമറ കിട്ടുന്നില്ല, കുഴപ്പമില്ല. ചാടി പൊട്ടുന്നു. എത്രയും മമ്മ ക്ലാസ് 3 ലെയർ ഉണ്ട് കേട്ടാ. ഇനി ഞാൻ മൊത്തത്തിൽ കാണട്ടെ. ഓക്കെ, ഇവിടെ കട്ട എക്കോ ആണ്. നമ്മളിപ്പോ ഇവിടെ എത്തിരണ്ട് ഒരു വേട്ടവളി ഒളിഞ്ഞു നോക്കുന്നു. സൗണ്ട് ഉണ്ടാക്കണം. മൂടിയിട്ട് പോയി ഗൈസ്. കടൽ എന്നെ കാണിച്ചു തരാം. വെള്ളത്തിട്ട് കണ്ണാടിയും വെച്ച് തട്ടി കഴിച്ച് വീഴുന്ന മൂക്കിന്റെ പല്ലും പാലും എല്ലാം പോകും. ഇവിടെ കയറി പോണ വഴി, അവിടെ ഇറങ്ങി പോണ വഴി. വയ്യ അയ്യോ, സുനാമി ഒന്നും അതിനകത്ത് നിന്നാൽ വെള്ളം കുടിച്ചാവാം. ഇനിയും വേണം. വെള്ളം കുടിച്ചാവും. വെള്ളത്തിട്ട് കാണാമേ. നമ്മളങ്ങനെ വിവേകാനന്ദ പാറയുടെ മുകളിൽ നിൽക്കുകയാണ്, തിരുവള്ളുവർ പ്രതിമയുടെ അടുത്ത്. ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട, നടുക്കൂടെ ഗ്ലാസും സൈഡിൽ ടൈലും. പേടിയുള്ളവർക്ക് പോകാൻ വേണ്ടി സൈഡിൽ കൂടെ. കൊള്ളാം കേട്ടോ. ഏതായാലും കൊടുത്ത പൈസക്ക് മുതലായി ഇല്ലേ? കടൽ ഇളകി നിൽക്കുക. ഇനി നമുക്ക് നേരെ അപ്പുറത്തെ കരയിലോട്ട് പോകണം. നമ്മളെ കൊണ്ടുള്ള ബോട്ടാണ് പറഞ്ഞത്. ഇതാ ദൈവത്തിനറിയാം, അല്ലെങ്കിൽ ഗൂഗിളിനറിയാം. ഗൂഗിളിനോട് ചോദിച്ചു നോക്കും. പണ്ട് അവിടെ അറയൊക്കെ ഉണ്ട് കണ്ടാ. അവിടെ പഠിക്കട്ടും അറയൊക്കെ ഉണ്ട് ഗൈസ്. അതിനകത്ത് എന്തായിരിക്കും? അതിനടുത്തൊരു തുരങ്കം. അതിന് ടോയ്ലറ്റ് അവിടെയാണ് പറഞ്ഞത്. അല്ലല്ല, ടോയ്ലറ്റ് അപ്പുറം സൈഡല്ലേ പറഞ്ഞത്. അങ്ങോട്ട് ആളെ ഇറക്കണില്ലല്ലോ, കൂട്ടിയിട്ടിരിക്കുകയല്ലേ. സെക്യൂരിറ്റിക്ക് ഒരാളുണ്ട് അവിടെ കണ്ട. അവർ താഴെ പെയ്യാ. ഓക്കെ ഗൈസ്, ബാക്കി കൂടെ വന്നവരെ കൂടെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ. ഓക്കെ, അപ്പോ ബൈ. ഗൈസ് നേരത്തെ തട്ടുന്നു ഗൈസ്. നമ്മളവിടെ ഇന്നിപ്പോ അങ്ങനെ ഒരു കാഴ്ച കണ്ട്. നിങ്ങൾക്കറിയാമോ എന്താണ്? എന്താടത്? എന്നെ കൊണ്ട് സാധിക്കും.
പച്ചക്കറി വേസ്റ്റാണ്. മനസ്സിലാവണില്ല എന്നിട്ട് എന്താണെന്ന്. എന്തായിരിക്കും അതിന്റെ അടിയില്? ഓ ഗൈസ്, എന്താണ് സംഭവം എന്ന് പറഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലേ. അതിന്റെ ഇടയിൽ ഇറങ്ങി നോക്കാം. അങ്ങോട്ട് വിടൂല. ആ ആ ആ നമ്മളിരുന്നതിന്റെ ഓപ്പോസിറ്റ് അവിടെ ഇരുന്ന് താഴോട്ട് നോക്കിയിട്ട് അവിടെ കുളമാണ്. എത്ര വേസ്റ്റാണ് കേട്ടാ. നമ്മളിരുന്നതിന്റെ പച്ച കുളമാണ്. എനിക്കറിയാം ഇവിടുത്തെ സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ വേസ്റ്റ് ആയിരിക്കും. അല്ലെ ഇതിനകത്ത് വല്ല ജീവി കാണും പച്ച കളർ ആയിരിക്കും. ഓക്കെ ബൈ. നല്ല കാറ്റുണ്ട്, സൗണ്ട് ക്ലിയർ ആണെന്ന് അറിഞ്ഞൂടാ. നമ്മള് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു. അപ്പോ നിലവിൽ അവിടെ കൊണ്ടിട്ട സാധനം പച്ച കളർ എന്തോ ഇലയാണ്, ഒരു മരി പൂവച്ചെടിയിലേക്ക് ഇല പോലെ ഉണ്ട്. എന്ത് ഇലയാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഐഡിയ ഉള്ള എന്ത് വയ്യ ഗൈസ്. നടന്ന് നടന്ന് അളപ്പളവി വെള്ളം തായിക്കണം. ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം കിട്ടില്ല. ചുറ്റും വെള്ളമാണെങ്കിലും കുടിക്കാൻ ഒരു തുള്ളി വെള്ളം കിട്ടില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ഇനി ഹോട്ടല് കയറി അങ്ങ് എത്തിയാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുവരെ ഒരു തുള്ളി വെള്ളമില്ലാതെ പിന്നെ വെള്ളം കൊണ്ടുവരിക. അപ്പൊ എനിക്കൊരു കാര്യം വെള്ളം കൊണ്ടുവരാം. അല്ലെ കുപ്പിയിൽ വെള്ളം കൊണ്ടുവരണം. കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോ വെള്ളം കിട്ടാതെ ചെയ്യാം. അങ്ങനെ 1 മണിക്കൂർ ക്യൂ നിന്ന് നമ്മളത് ഏകദേശം ഇങ്ങെത്തിയിട്ടുണ്ട്. ഒരു ബോട്ടിൽ അവിടെ ആളെ കയറ്റുന്നുണ്ട്, ഒരു ബോട്ട് അതാ വരുന്നുണ്ട്. അപ്പോ ഇനി നമുക്ക് കയറി പോണം. അപ്പോ ഈ വരുന്ന ബോട്ടിൽ നമ്മള് കൊള്ളും തോന്നില്ല. ആ നിൽക്കുന്ന ആൾക്കാർ കയറുമ്പോൾ തന്നെ ഫുള്ളാവും. പിന്നെ എന്തൊരു പാടാ നോക്കാം. അങ്ങനെ നമ്മൾ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഓക്കെ ബൈ. ഹലോ ഗായ്സ്, അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അവിടെ വിവേകാനന്ദ പാറയിൽ ലൈറ്റ് ഷോ നടക്കും. മാറി മറിഞ്ഞ് അങ്ങനെ ഇങ്ങനെ 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 ഇപ്പൊ നോക്കണേ, കളർ ചേഞ്ച് ആവുക കണ്ടാ. അങ്ങനെ ലൈറ്റ് ഷോ നടക്കുന്നു. നമ്മൾ അതൊക്കെ കണ്ട് കുറെ മാങ്ങയും കൂട്ടിച്ചക്കയും ചോളമൊക്കെ കഴിച്ച് അങ്ങനെ ഇരിപ്പുണ്ട്. എന്താണ് പറയാനുള്ള? എനിക്കൊന്നും പറയില്ല. ഒന്നും പറയാനില്ലെങ്കിൽ ഒരു 500 രൂപ ഓട്ടത്തിൽ ഇരിക്കുക. ഇവിടുന്ന് അടുത്ത വീട്ടിൽ പോണം. ലൈറ്റ് ഷോ കഴിയുമ്പോഴേക്കും അയ്യോ ത്രിപിളക്സിലാണ് ഇരുന്നത്. ലൈറ്റ് ഷോ കഴിയുമ്പോൾ വീട്ടിൽ പോണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇത്രേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. രാവിലെ ഇറങ്ങിയത്. ഇനി എപ്പോൾ വീട്ടിൽ എത്തുമ്പോൾ രാത്രി 9-10 മണി. ഓക്കെ ബൈ.